ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു വെറൈറ്റി വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കരിഞ്ചോറും കരിങ്കോഴിപ്പെരട്ടും. എല്ലാവർക്കും അറിയുന്ന പോലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ഒരു ഒറ്റമൂലിയാണ് കരിങ്കോഴി. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു റൈസാണ് ബ്ലാക്ക് റൈസ്. നമുക്ക് കരിഞ്ചോറും കരിങ്കോഴിപ്പെരട്ടിനും ആവശ്യമായ ഇൻഗ്രീഡിയൻസുകളിലേക്ക് കടക്കാം. ഇഞ്ചി ചതച്ചത് 100 ഗ്രാം, വെളുത്തുള്ളി ചതച്ചത് 100 ഗ്രാം, കറി മസാല 2 സ്പൂൺ, കടുക് ആവശ്യത്തിന്, ചതച്ച മുളക് 1.5 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, തക്കാളി അരിഞ്ഞത് 2 സവാള അരിഞ്ഞത് 3/4 കിലോ, കശ്മീരി ചില്ലി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 നാരങ്ങ വേണം, വെളിച്ചെണ്ണ 300 ഗ്രാം, കറിവേപ്പില 3 തണ്ട്, രംഭയില 1 പച്ചമുളക് കീറിയത് 4. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം ഒരു മൺകലം അടുപ്പിൽ വെച്ച് അതിലേക്ക് ബ്ലാക്ക് റൈസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം മറ്റൊരടുപ്പിൽ ഒരു കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് 1.5 കിലോ കരിങ്കോഴി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പൊടിച്ചെടുത്ത മസാല, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കിയതിനു ശേഷം കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 3 വിസിലടിക്കാൻ വേണ്ടി വെക്കുക. ഈ സമയം നമ്മുടെ കരിഞ്ചോറ് റെഡി. റൈസ് മാറ്റിയതിനു ശേഷം ഇനി നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് 3/4 കിലോ സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സവാള ഫ്രൈ ആയതിനു ശേഷം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുക്, 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, 50 ഗ്രാം ഇഞ്ചി, 4 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം 1.5 സ്പൂൺ ചതച്ച മുളകും ഇട്ട് വീണ്ടും ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ കശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് വീണ്ടും ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിയില, 1 രംഭയിലയും ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന സവാളയും ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടൊന്ന് ഇളക്കി ഇതിനെ പേസ്റ്റ് ആക്കി മാറ്റുക. ഇതേ പാനിൽ വേവിച്ചെടുത്ത കരിങ്കോഴി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പേസ്റ്റ് ആക്കി എടുത്ത കൂട്ടുകൂടെ അതിലേക്ക് നന്നായി ഇളക്കുക. എന്നിട്ട് കരിങ്കോഴിയിൽ മസാല നന്നായി പിടിക്കാൻ വേണ്ടി ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. അതിനുശേഷം അതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് മല്ലിയില കൂടിയിട്ട് വീണ്ടും ഇളക്കുക. ഇതോടെ നമ്മുടെ കരിങ്കോഴിപ്പെരട്ടും റെഡി. ഇന്ന് നമ്മൾ ഷെഫ് സീക്രട്ടിൽ പരിചയപ്പെടുത്തിയ കരിഞ്ചോറും കരിങ്കോഴിപ്പെരട്ടും ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ക്യാൻസർ പോലത്തെ രോഗങ്ങളുടെ ഒരു ഒറ്റമൂലി കൂടിയാണ് ഈ വിഭവം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.